പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ മാനവ വിഭവം എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധനങ്ങളും സേവനങ്ങളും ധാരാളമായി ഉണ്ടാവുക എന്നുള്ളത്. ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരവധി ആളുകളുടെ അധ്വാനശേഷി ഉപയോഗപ്പെടുത്തൽ അത്യാവശ്യമാണ്. അപ്പോൾ ഉൽപ്പാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നല്ല അധ്വാനശേഷിയുള്ള ജനങ്ങളെയാണ് മാനവ വിഭവം എന്ന് പറയുന്നത്. എന്താണ് മാനവ വിഭവം എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യ പുരോഗതിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള നല്ല അധ്വാനശേഷിയുള്ള ജനങ്ങളെയാണ് മാനവ വിഭവം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മാനവ വിഭവശേഷി വികസനം സാധ്യമാകുന്നത്, അല്ലെങ്കിൽ മാനവ വിഭവശേഷി എങ്ങനെ നമുക്ക് വികസിപ്പിക്കാം? പ്രധാനമായിട്ടും വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം, നൈപുണ്യ വികസനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത്. അഥവാ HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും പരിശീലനവും നൽകി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ട്രെയിനിങ് നൽകി മനുഷ്യൻ്റെ കായികവും മാനസികവുമായ ഫിസിക്കലായിട്ടുള്ള മെൻ്റലി ആയിട്ടുള്ള എബിലിറ്റി, അവൻ്റെ കഴിവിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ മാനവ വിഭവശേഷി വികസനം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാനാകും.